കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബ്രോക്കറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കാനുണ്ട്. 6-7 വർഷമായിട്ട് ട്രൂസ് ആൻഡ് ഫാമിലി എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നതും ട്രസ്റ്റ് ചെയ്യുന്നതും നമുക്ക് ഒക്ടാഫെക്സ് ആണ്. നമുക്ക് ഇന്ന് ചപ്പ് ചണ്ടിമാതിരി ഒരുപാട് ബ്രോക്കേഴ്സിനെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് അപ്പോൾ ഇതിൽ തന്നെ ഉഡായിപ്പിൻ്റെ രാജാക്കന്മാരും ഉണ്ട്, ഏകദേശം മിന്നിച്ചു പോകാൻ പറ്റുന്ന ടീമും ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഒക്ടാഫെക്സിനെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോയിന്റ്സിലേക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, കം. സ്പെയിൻകാരായിട്ടുള്ള 2% ഓണർഷിപ്പിലുള്ള 2011 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം 2024 ഇത് എന്ന് വെച്ചാൽ 13 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ഒക്ടാഫെക്സ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ലീഡ് ചെയ്ത് നിൽക്കുന്ന ബ്രോക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി സ്പ്രെഡ് ചാർജും കുറവാണ് നമ്മുടെ ഒക്ടാഫെക്സിന്. ഇപ്പം ഇതിനേക്കാളും വളരെ കുറഞ്ഞ സ്പ്രെഡ് ചാർജൊക്കെ നൽകുന്ന ബ്രോക്കേഴ്സ് ഉണ്ട് എങ്കിലും അവരിൽ നിന്നൊക്കെ വിഡ്രോ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ഉഡായിപ്പാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു സവിശേഷത കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്പ്രെഡ് ചാർജ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കോഴ്സിൽ ബേസിക് കോഴ്സിൽ പോലും TMCയുടെ ബേസിക് കോഴ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സ്പ്രെഡ് ഡെമോയിലും സെയിം ആണ്, ലൈവിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് കൃത്യമായിട്ട് നമുക്ക് ലൈവിലേക്ക് ട്രേഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഈ സ്പ്രെഡ് മാത്രമല്ല, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ചാർട്ട് ലൈവ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന സെയിം ചാർട്ടാണ് നമുക്ക് ഡെമോയിലേക്ക് വരുന്നത്. അപ്പോൾ ഭൂരിഭാഗം നമുക്ക് ബ്രോക്കേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ചാർട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെമോയിൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരുന്നതായി കാണിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മാക്സിമം പൈസ ഇടിക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുക. പക്ഷേ ഒക്ടാഫെക്സിൽ അവർ വളരെ ജെനുവിൻ ആയിട്ട് സെയിം സ്പ്രെഡും സെയിം ചാർട്ടും വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഡെമോയിലും ലൈവിലും ഒരേ രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഡെമോയിൽ ചെയ്ത കോൺഫിഡൻസ് അതുപോലെ തന്നെ ലൈവില് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു ഏത് ബ്രോക്കേഴ്സ് കാര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യവും പൈസയും കാര്യങ്ങളും തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡിൽ നിന്നായാലും ഒക്കെ അവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമ്മൾ മലയാളികൾ ആദ്യം തന്നെ വേണ്ടുന്ന അവരെ വിറ്റ പൈസ എടുത്ത് നമ്മളെ പോക്കറ്റിൽ വെക്കണം. എന്ന് വെച്ചാൽ അവരുടെ റൂൾസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രേഡർ ആകുന്ന സമയത്ത് പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താ കൂടുതൽ വിചാരിക്കുക, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡറാണ് പ്രോഫിറ്റബിൾ ട്രേഡർ. തീർച്ചയായും ആണ്. പക്ഷെങ്കിൽ ലോസ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവൻ, അതായത് ലോസ് കുറച്ചുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവനാണ് ശരിക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെമോ അക്കൗണ്ടിലും ലൈവ് അക്കൗണ്ടിലും സെയിം സ്പ്രെഡും സെയിം ചാർട്ടും ആയതുകൊണ്ട് തന്നെ ആസ് എ ബിഗിനർ, ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ട്രസ്റ്റ് വർത്തിയും കുറച്ചും കൂടി ഫ്ലെക്സിബിളും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഒക്ടാഫെക്സ്. അതുപോലെ നമുക്ക് ആസ് എ ട്രേഡർ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടണം അല്ലേ. അപ്പോൾ ഒക്ടാഫെക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിജിലൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈവ് ചാറ്റിങ്ങിനായാലും അവരുടെ മെയിൽ റിപ്ലൈ ആയാലും ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ക്വിക്കായിട്ട് അവരുടെ വർക്കിംഗ് ഹവേഴ്സിലൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതിലും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഒക്ടാഫെക്സ് ആണ്. അതുപോലെ നമുക്ക് ലിവറേജ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ബേസിക് കോഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. TMCയുടെ ബേസിക് കോഴ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ലിവറേജ് 1:1000 വരെ 1:1000 വരേക്ക് അപ് ടു 1000 ടൈം നമുക്ക് ലിവറേജ് ഈ ഒക്ടാഫെക്സിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ട്രേഡ്, ഇപ്പം നമ്മളെ ഒരു ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് എ ബിഗിനർ നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു ട്രേഡ് എടുത്ത് അത് നമുക്ക് കുറച്ച് മൈനസിലേക്ക് പോയി പിന്നെ പ്രോഫിറ്റിലേക്ക് വന്ന് അപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന ഒരു ഫീല് ചിലപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മുത്തറയ്ക്കാൻ മുട്ടുന്ന പോലത്തെ ഫീലൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ടെൻഷൻ ഒരു ട്രേഡർക്ക് ആ ഒരു ഫീല് നമുക്ക് കേട്ടിട്ട് ചിരിക്കേണ്ട ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് ആ ഒരു ഫീല്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ട്രേഡിൽ നിന്ന് പിന്നെ ഇവർ സ്പ്രെഡ് ചാർജ് എന്തായാലും പിടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കമ്മീഷനും പിടിക്കും ചില ആൾക്കാർ. എന്തിന് നമ്മൾ കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്ത് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് സ്പ്രെഡ് ചാർജ് അവർ കൊണ്ടുപോയി അതിൻ്റെ മേലെ കമ്മീഷനും കൂടി കൊണ്ടുപോകാൻ മോശമല്ലേ. അപ്പോൾ ഒക്ടാഫെക്സിൽ ആ കമ്മീഷൻ പിടിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മീഷൻ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ സ്വാപ്പ്
സ്വാപ്പ് ചാർജ് ഇതിൽ സീറോ സ്വാപ്പ് ചാർജ് ആണ് നമുക്ക് ഒക്ടാഫെക്സിലുള്ളത്. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആൾക്കാർ എന്നെ കോളേജ് ചോദിക്കാറുണ്ടായിരുന്നു, സാറേ നമുക്കിപ്പോൾ ഇതിൽ സ്വാപ്പ് ചാർജ്, അതായത് നമുക്ക് സ്വാപ്പ് ചാർജ് ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓൺ ദി സ്പോട്ട് കിട്ടുന്നില്ല. നമുക്കൊരു ട്രേഡ് 24 മണിക്കൂറിന് മുകളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്താണ് അതിന് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബാങ്കിൽ നിന്നൊരു പൈസ എടുത്ത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഇത്ര സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പലിശ അതിന് കൊടുക്കണമല്ലോ. ആ രീതിയിൽ ഇതിന് കൊടുക്കുന്ന ഒരു പലിശയാണ് ഈ സ്വാപ്പ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്വാപ്പ് ചാർജ് നമുക്ക് ഒക്ടാഫെക്സിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഏതിനായിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ മനുഷ്യന് നല്ലത് തന്നെ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇതുകൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒക്ടാഫെക്സിൽ സ്വാപ്പ് ചാർജ് ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ബിലീവ് ചെയ്യുന്നവർക്ക് കൂടി ഓക്കെയാണ് ഒക്ടാഫെക്സ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു അക്കൗണ്ട് എടുത്തു, ഡെമോ ആയാലും ലൈവ് ആയാലും അക്കൗണ്ട് എടുത്തു, അത് നമുക്ക് MT4 ലോഗിൻ ചെയ്തിട്ട് ചെയ്യണോ അല്ലെ MT5 ബേസ് ചെയ്തിട്ട് ചെയ്യണോ, അതുമല്ല എങ്കിൽ ഒക്ടാഫെക്സിന് അവരുടെ ഓൺ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ MT4 എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, MT4 എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ TMC ബേസിക്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ TMC നമ്മുടെ കോഴ്സിൻ്റെ ബേസിക് കോഴ്സിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കടല പോലെ തന്നെ. അതൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ചുമ്മാ ഇതൊരു മെഗാ സീരിയൽ പോലെ എപ്പിസോഡ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് താഴെയുണ്ട്, ജസ്റ്റ് ഒരു കമൻറ്റ് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ അവിടെ തരും. ഇനി അതിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.